അപ്പം ഞങ്ങൾക്ക് തന്നെ ഗൈഡ് ലൈൻസ് തന്നായിരുന്നു വീട്ടിലെത്തിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഹൈപ്പോതെർമിയ തടയാൻ ആ ചൂട് വെക്കുക, മാർക്കം, സുന്നത്ത്, മുടി കളച്ചിൽ പോലത്തെ ചടങ്ങുകൾ എപ്പോൾ ചെയ്യാൻ പറ്റും? ഒരു കറക്റ്റഡ് ഏജ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ബേബിക്ക് ഡെഫിഷ്യൻസീസ് വരാറുണ്ടോ? എന്തൊക്കെ ടെസ്റ്റാണ് ഒരു പ്രീടേം കുഞ്ഞിനുണ്ടാകുന്നത്? ഡോക്ടർ ഇപ്പോൾ ROP പറ്റി, ഹിയറിങ്ങിനെ പറ്റി എത്ര നാൾ വരെ NICUവിൽ കിടന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടിക്ക്? അവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട്, അപ്പം അവർ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? അപ്പം ഞങ്ങൾക്ക് തന്നെ ഗൈഡ് ലൈൻസ് തന്നായിരുന്നു വീട്ടിലെത്തിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എല്ലാവരോടും പറയുന്നത് വീട്ടിലെത്തി കഴിയുമ്പോൾ ഫസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യം ഒത്തിരി നാൾ കാത്തിരുന്നുണ്ടായതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ വരാതെയും, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം. ബിക്കോസ് ആൾക്കാർ കയറി ഇറങ്ങുകയും എടുക്കുകയും, എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളപ്പം വിസിറ്റേഴ്സിനെ കഴിവതും ഒന്ന് ഒഴിവാക്കുക. അതൊരു വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സാഹചര്യം കൊണ്ട് അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നിന്നൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബേബിക്ക് ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് പ്രീടേം ബേബീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ദേ നീഡ് സം ടൈം എന്നുള്ളത്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഹൈജീനിക് മെഷേഴ്സ് മെറ്റിക്കുലസ് ആയിട്ട് ആദ്യം മുതലേ നമ്മൾ പഠിച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവൻ അമ്മ തന്നെ നമ്മളിപ്പം ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ എണ്ണയൊക്കെ തേച്ച് നോർമൽ ബേബി ആണെങ്കിൽ ഒരു 2.5 kg ശേഷമുള്ള ഏത് ബേബിയും നമ്മൾ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ നമുക്ക് കുളിപ്പിക്കാം. പക്ഷെ പ്രീടേം ബേബീസ് ആകുമ്പം നമ്മൾ കഴിവതും അവർക്ക് ഈ ഹൈപ്പോതെർമിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞു പോവുകയും കൈയും കാലും നീല നിറത്തിലൊക്കെ ആകാൻ സാധ്യത സാധാരണ ബേബീസിനെക്കാളും കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും നമ്മൾ സ്പഞ്ച് ബാത്ത് എന്ന് പറയുന്ന ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് തുടച്ചെടുക്കാൻ ശ്രമിക്കുക. വെയിറ്റ് ഒക്കെ ഒരുവിധം സ്റ്റേബിൾ ആയി 2-2.5 കിലോ എത്തിയതിനു ശേഷം മാത്രം കുളിപ്പിക്കാൻ തുടങ്ങുക. സ്ലോലി കുളിപ്പിച്ച് ചെയ്യുക. എണ്ണയൊക്കെ തേച്ച് നമ്മൾ കിടത്തി കുളിപ്പിക്കുന്നത് 3 കിലോയ്ക്ക് ശേഷം. പിന്നെ നമ്മുടെ യൂഷ്വൽ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്, നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഒരിക്കലും വിഗ്രസ് ആയിട്ട് മസാജ് ചെയ്യരുത്, നെഞ്ചൊന്നും ഉടച്ച് തിരുമരുത്, പാല് പിഴിഞ്ഞ് കളയരുത്, പിന്നെ ബേബീസിനെ ഹുക്കിളിനകത്തേക്ക് എണ്ണ ഒഴിച്ച് വെക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കണ്ണ് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അവരുടെ ടിയർ ഡക്റ്റ് വളരെ ചെറുതായതുകൊണ്ട് കണ്ണ് പീള കെട്ടാൻ സാധ്യതയുണ്ട്. ചില ബേബീസിനും ഈ കണ്ണ് വെള്ളം നിറയും. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കരമായിട്ട് പീള കെട്ടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഴുത്ത് വരികയാണെങ്കിൽ മാത്രം നമ്മൾ മരുന്ന് ഒഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഹുക്കിള്, അത് അംബ്ലിക്കൽ കോഡിന്റെ കെയർ. അംബ്ലിക്കൽ കോഡ് കഴിവതും പ്രീടേം ബേബീസ് ലോങ് ഹോസ്പിറ്റൽ സ്റ്റേ ആകുമ്പോൾ എന്തായാലും ഓൾറെഡി പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പം പ്രത്യേകിച്ച് ചില ബേബീസിന് ബിക്കോസ് അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയുന്ന പൊന്തി വരുന്നൊരു സാഹചര്യം കരയൊക്കെ ചെയ്യുമ്പോൾ ബേബി ഇത് പൊന്തി വരും. യൂഷ്വലി അത് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. നത്തിങ് ടു ബി ഡൺ. അത് ആള് വലുതാവുന്നതിനനുസരിച്ച് മസിൽ വരുമ്പോൾ തന്നെ അങ്ങോട്ട് പോകും. പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിന് എന്തെങ്കിലും ഇന്റർവെൻഷന്റെ ആവശ്യമുള്ളൂ. പിന്നെ പ്രീടേം ബേബീസിന് ഇൻക്വൈനൽ ഹെർണിയയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സ്വെല്ലിംഗ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു വൈദ്യസഹായം തേടുക. ചില ശതമാനം പേഷ്യൻസിൽ മാത്രം ഈ ഇൻക്വൈനൽ ഹെർണിയ ഒബ്സ്ട്രക്ഷൻ വരികയും കുഞ്ഞിന് അതിനനുസരിച്ച് അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രം. പിന്നെ നമ്മൾ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ടുള്ളത്, വീട്ടിലാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പാല് കൊടുക്കുക. അവർ അത്യാവശ്യം വാശി, കരച്ചിൽ, ബഹളങ്ങളൊക്കെ ഉണ്ടാവും. ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും, തികട്ടലുണ്ടാവും, കക്കലുണ്ടാവും, ഞെട്ടലുണ്ടാവും. അതൊക്കെ നോർമലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യുക, ഗ്യാസ് തട്ടിക്കളയുക. നോർമൽ റുട്ടീൻ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ ഹൈപ്പോതെർമിയ തടയാൻ ആ ചൂട് വെക്കുക, നമ്മൾ കങ്കാരു മദർ കെയർ എന്നാണ് യൂഷ്വലി പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന് ഒരു കാരണവശാലും ഒരു ഹൈപ്പോതെർമിയ വന്ന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രീടേം ബേബീസിന് നമുക്ക് വെയിറ്റ് കൂടുക എന്നുള്ളത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് ഒരിക്കലും ഒരു ഹൈപ്പോതെർമിയ വന്നാൽ അവർക്ക് വെയിറ്റ് കൂടത്തില്ല. ഇപ്പം നമ്മൾ യൂഷ്വൽ ഒരു പ്രീടേം ബേബിക്ക് നമ്മൾ അമ്മമാർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആസ് മച്ച് ആസ് പോസിബിൾ അവർക്ക് കങ്കാരു മദർ കെയർ എന്ന് പറയുന്ന നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചെയ്യാൻ പറ്റും അത്രയും നേരം അവർക്ക് ചെയ്യും. അത് അച്ഛനും ചെയ്യാം, അമ്മയ്ക്കും ചെയ്യാം. പിന്നെ കഴിവതും പ്രീടേം ബേബീസിനെ നമ്മൾ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ചെറിയൊരു സ്വെറ്ററൊക്കെ ഇടിയിപ്പിച്ച് പതുക്കെ ഒന്ന് നന്നായിട്ട് റാപ്പ് ചെയ്ത് നമുക്ക് തലയൊക്കെ ഇച്ചിരി പൊക്കി വെച്ച് കിടത്താം. പക്ഷെ ഓവറായിട്ട് പൊതിഞ്ഞ് കുഞ്ഞിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ താമസിക്കുന്ന സാഹചര്യത്തിനും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രം. ബേബി ഒരു 2.5 to 3 kg എത്തി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. പിന്നെ നമ്മൾ അവർ അത്രയും
ആയിട്ട് കിടക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് സ്ലോലി കുഞ്ഞ് വളർന്നു വരുന്നതിന് അനുസൃതമായിട്ട് നമുക്ക് പതുക്കെ സ്ലോലി അത് മീൻസ് അത് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതായിരിക്കും. മാർക്കം, സുന്നത്ത്, മുടി കളച്ചിൽ പോലത്തെ ചടങ്ങുകൾ എപ്പോൾ ചെയ്യാൻ പറ്റും? മാർക്കം എന്ന് വെച്ചാൽ സർക്കംസിഷൻ. ഓക്കെ, അതിനൊന്നും ഒരു ഡെഫിനറ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറയാനായിട്ട് എനിക്കും അറിയില്ല. വെയിറ്റ് ആണ് യൂഷ്വലി ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ. എക്സ്ട്രീം റീടേൺ ബേബീസ് ഒക്കെ ആകുമ്പോൾ ബേബി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയി വരുന്നതാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു വെയിറ്റ് ഗെയിൻ ഒക്കെ വന്ന് ബേബി വളരെ കംഫർട്ടബിൾ ആയതിനു ശേഷം നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ഒരുപാട് നേരത്തെ തന്നെ ചെയ്തെന്ന് വിചാരിച്ച് വി ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ ഒന്നും. അപ്പം കുറച്ച് ബേബിയുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ യൂഷ്വലി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഒരു 3 kg വെയിറ്റ് ആയി ബേബി കംഫർട്ടബിൾ ആണ്, ഫീഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് അണ്ടർ ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ഇതെല്ലാം ചെയ്യാവുന്നതാണ്. സർക്കംസിഷൻ ആണെങ്കിൽ 2.5 kg മുകളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും സൗകര്യങ്ങൾ ഉണ്ട്. അപ്പം എപ്പോഴാണ് ഒരു പ്രീടേം ഒരു നിയോനേറ്റോളജിസ്റ്റിനെ അല്ലാതെ ഒരു സാധാരണ പീഡിയാട്രീഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മളിവിടെ എല്ലാ ബേബീസിനും ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിയോനറ്റോളജി മാത്രമല്ല നമ്മൾ ജനറൽ പീഡിയാട്രിക്സും കാണുന്ന സ്ഥലമാണ്. പക്ഷെ ചില ഹോസ്പിറ്റൽസ് അത് ഡിവിഷനും ഉണ്ട്. ഫസ്റ്റ് 28 days വരെ യൂഷ്വലി നിയോനറ്റോളജിസ്റ്റ് തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഫസ്റ്റ് വാക്സിനേഷന് ശേഷം ചില ഹോസ്പിറ്റലുകളിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചേഞ്ചസ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രീടേം ബേബിനെ ഫോളോ അപ്പ് ചെയ്യുമ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെവലപ്മെന്റൽ ഡിലേ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേബി ഇഷ്യൂ വരുമ്പോൾ നമുക്കത് വേഗം പിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ രണ്ടും കാണാറുണ്ട്. നമ്മുടെ ഇവിടെ യൂഷ്വലി ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് കണ്ടതിന് ശേഷം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 2 month ഇന്റർവെല്ലിലാണ് യൂഷ്വലി കാണാറ്. പിന്നെ നമ്മളൊരു 6 months കണ്ടു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗോയിങ് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ 9 months വാക്സിനേഷൻ പിന്നെയും കാണുന്നതായിരിക്കും. പിന്നെ അവർ 1 year നമ്മുടെ അടുത്ത് ഫോളോ അപ്പിന് വരിക. പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു ഡിലേയോ ഉള്ള കൊച്ചാണെങ്കിൽ ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനനുസൃതമായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. കറക്റ്റഡ് ഏജ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ ഒരു 40 weeks ആണ് നമ്മുടെ യൂഷ്വൽ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 weeks ആണ് നമ്മൾ ഒരു ജനറലൈസ്ഡ് ഗൈഡ് ലൈൻസ് ആയിട്ട് വെക്കും. ഒരു 30 weeks ജനിക്കുമ്പോൾ 10 weeks ഉറപ്പായിട്ടും നേരത്തെ ആണല്ലോ. ആ 10 weeks എന്ന് പറയുമ്പോൾ 4 weeks ആണ് ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ആക്ച്വലി 2.5 months ഏർലി ആണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ബേബി ഒരു 40 weeks എത്തുമ്പോഴാണ് ശരിക്കും ടേം എന്നുള്ളത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ബേബി 30 weeks ജനിച്ചു. ബേബി ഒരു 2.5 മാസം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് ബേബി എക്സ്പ്രീടം നൗ കറക്റ്റഡ് ജസ്റ്റേഷൻ ഏജ് വൈസ് ബേബി ടേം എത്തിയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഐ വിൽ ടെൽ യു. ഇപ്പോൾ ഒരു ബേബി 30 weeks ജനിച്ചു. പക്ഷെ 30 weeks ജനിച്ച ഒരു കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ഒരു ബേബിയുടെ ഫസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫേസ് റിഗാർഡ് ആണ്. നന്നായിട്ട് മുഖത്ത് നോക്കി ചിരിക്കുക അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കുക, പിന്നെ പതുക്കെ തലയുറയ്ക്കുക. 3 മാസം ആകുമ്പം നോർമൽ ബേബി എന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല ഹെഡ് കൺട്രോൾ വരും. ഈ 30 weeks ജനിക്കുന്ന ബേബിക്ക് മേ ബി ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം. അപ്പം നമ്മൾ തല ഉറച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ആകുലതപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് സമയം കൂടെ കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ഫോളോ അപ്പിലായിരിക്കും ഇരിക്കുക. നെക്സ്റ്റ് വിസിറ്റ് ഏകദേശം ഒരു 2 മാസത്തോടെ കഴിഞ്ഞ് വരുമ്പം ഈ ബേബിക്ക് തല ഉറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പോൾ എഴുതും എക്സ്പ്രീടം കറക്റ്റഡ് ജസ്റ്റേഷൻ വൈസ് ബേബി ഓൾമോസ്റ്റ് റീച്ച് 44 months ആണെങ്കിൽ നോട്ട് അറ്റൈൻ മൈൽ സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്കൊരു ഒരു വാണിംഗ് സൈൻ ആണെന്നുള്ളത് മാത്രം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കറക്റ്റഡ് ജസ്റ്റേഷന് സിഗ്നിഫിക്കൻസ്. ഒരു നോർമൽ ബേബിനേക്കാൾ നമുക്കൊരു കുറച്ചും കൂടെ സമയം കൊടുത്തിട്ട് നമുക്ക് ബേബിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടത്? അവരുടെ കറക്റ്റഡ് ഏജിനനുസരിച്ചാണോ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്? അല്ല, നമ്മൾ യൂഷ്വലി ഫസ്റ്റ് വാക്സിനേഷൻ BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 1.5 kg ഉള്ളവർക്ക് പോലും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒരു മസിൽ മാസ് ഒക്കെ വന്ന് അതിന് ശേഷമാണ് യൂഷ്വലി നമ്മൾ വാക്സിനേഷൻസ് എടുക്കാറ്. നമ്മളിവിടെ 2 kg എത്തിയതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാറ്. പിന്നെ നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഇന്റർ വാക്സിനേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 weeks വേണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 6 weeksന്റെയും 10 weeksന്റെയും 14 weeksന്റെയും വാക്സിനേഷൻ ഫസ്റ്റ് വാക്സിനേഷൻ അനുസൃതമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും. ചില സെന്റേഴ്സിൽ
ഫസ്റ്റ് വാക്സിനേഷനും 6 വീക്സിനെയും കൂടെ ഒരുമിച്ച് എടുക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബേബി ഇതിനനുസരിച്ചാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഈ ബേബിക്ക് ഡെഫിഷ്യൻസീസ് വരാറുണ്ടോ? അയൺ ഡെഫിഷ്യൻസി വരും. കാരണം എന്ന് വെച്ചാൽ അവരുടെ മഞ്ചിക്കകത്ത് അയണിന്റെ അളവ് വളരെ കുറവാണ്. ബിക്കോസ് അമ്മയുടെ മുലപ്പാലിലാണെങ്കിലും നമ്മുടെ ഫോർമുലയിലാണെങ്കിലും അയൺ കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി പ്രീടേം ബേബീസിന് അനീമിയ ഓഫ് പ്രിമച്യൂരിറ്റി എന്നൊരു എൻറ്റിറ്റി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ അവർക്ക് അയൺ സപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. ഒരു മിനിമൽ ഡോസിലാണ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത്. ഐഡിയലി വീനിങ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് സ്ലോലി അയൺ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പതുക്കെ അത് മാറ്റാവുന്നതുമാണ്. പിന്നെ യൂഷ്വലി അയൺ എന്ന് പറയുന്നത് ബിക്കോസ് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഉണ്ടെങ്കിലാണല്ലോ, ബിക്കോസ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി മറ്റ് ഇത് പിന്നെ യൂഷ്വലി ബേബീസിന്റെ ആക്ടിവിറ്റി ഉണർവ് എല്ലാത്തിനും അയൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അയൺ എന്തായാലും സപ്ലിമെന്റ് ചെയ്യും. പിന്നെ പ്രീടേം ബേബീസിന് വരുന്ന വേറൊരു എൻറ്റിറ്റിയാണ് ഓസ്റ്റിയോപീനിയ ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലുകൾക്ക് വരുന്ന ശക്തിക്കുറവ്. അപ്പോൾ ബ്രിട്ടിൽ ബോൺസ് ആകുമ്പോൾ മേ ബി എക്സ്ട്രീം പ്രീടേംസ് ഒക്കെ ചിലപ്പോൾ നമ്മളൊന്ന് അമർത്തി പിടിക്കാൻ ഒരു ക്യാരലിടാൻ വേണ്ടി പിടിക്കുമ്പോൾ പോലും അവർക്ക് ഫ്രാക്ചേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വൈറ്റമിൻ D3യും കാൽഷ്യവും സപ്ലിമെന്റ് ചെയ്യും. നമ്മൾ ഈ ബോൺ ലാബ്സ് എന്ന് പറയുന്ന ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ വാല്യൂവിനനുസരിച്ച് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. യൂഷ്വലി ടുവേർഡ്സ് ടേം വരെയെങ്കിലും നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബേബി നമ്മൾ ചിലർക്ക് ചിലപ്പം അതിൽ കൂടുതലും നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. വൈറ്റമിൻ D3 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വെച്ച് നമ്മൾ യൂഷ്വലി 1 ഇയർ വരെ സപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതിന്റെ അപ്പുറം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബേബി എന്നുള്ളത് മാത്രം. ഡെഫിഷ്യൻസി കാണിക്കുവാണെങ്കിൽ നമ്മൾ പിന്നെയും കൊടുക്കുന്നതായിരിക്കും. വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാരണമാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടാവുന്നത്. ബേബിക്ക് എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് നമ്മൾ ഇത് ബേസിക്കലി എല്ലാം സപ്ലിമെന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോ കുഞ്ഞിൻ്റെയും സാഹചര്യവും ആവശ്യവും അനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. എന്തൊക്കെ ടെസ്റ്റാണ് ഒരു പ്രീടേം കുഞ്ഞിനുണ്ടാവുന്നത്? ഡോക്ടർക്ക് ROPയെ പറ്റി ഹിയറിംഗിനെ പറ്റി യൂഷ്വലി നമ്മൾ ടെസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രീടേം ബേബിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒന്ന് കൃത്യമായിട്ട് ഹീമോഗ്ലോബിൻ ചെയ്ത് നോക്കും ഇടയ്ക്ക്, ഡിപ്പെൻഡിങ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഫോളോ അപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് ബ്ലീഡൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ന്യൂറോസോണോഗ്രാം ചെയ്യും. നമ്മൾ ഇവിടെ ചെയ്യുന്നത് വിത്തിൻ 7 days ഫസ്റ്റ് NSG, പിന്നെ നമ്മൾ 28 days ചെയ്യും. വേറെ ആവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണെയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ചെയ്യും. ബിക്കോസ് വി ഹാവ് ആൻ NIC തന്നെ ഇത് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടുവേർഡ്സ് ടേം, അതായത് കുഞ്ഞ് ജനിച്ച് മാസം കഴിഞ്ഞ് ജനിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബോൺ ലാബ്സ് എന്ന് പറഞ്ഞ് ഈ എല്ലുകളുടെ ശക്തി നോക്കാൻ കാൽഷ്യം, ഫോസ്ഫറസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നമ്മൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ കൃത്യമായിട്ട് പ്രീടേം ബേബീസിന്റെ കണ്ണ് ROP റെറ്റിനോപ്പതി പ്രിമച്യൂരിറ്റി ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ചെയ്യും. നമ്മൾ ചെവിയുടെ കേൾവി OAE ചെയ്യും. അതിന് OAE എന്ന് പറയുന്നത് ബേസിക് സ്ക്രീൻ ആണ്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ യൂഷ്വലി എല്ലാ പ്രീടേംസിനും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ NICയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്ക്രീനിങ് എക്കോ എടുക്കാറുണ്ട്. ബിക്കോസ് ദത്തമനികളെല്ലാം കൃത്യമായിട്ട് അടഞ്ഞു പോയോ, പ്രവർത്തനക്ഷമത കൃത്യമാണോ എന്ന് അറിയാനായിട്ട്. ചില ബേബീസ് നല്ല ഹൃദയ സംബന്ധമായ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസൃതമായിട്ട് ഒരു പ്രോട്ടോകോൾ എന്നല്ല, കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ എക്കോ എടുത്ത് നോക്കാറുണ്ട്. ഇവിടെ എത്ര നാൾ വരെ NICUവിൽ കിടന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക്? യൂഷ്വലി ഇപ്പൊ 24 വീക്കറോ 25 വീക്കറൊക്കെ ആണെങ്കിൽ 2-3 മാസം വരെ കിടക്കേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ബിക്കോസ് ഈ 24 വീക്സ് മുതൽ 32 വീക്സ് വരെ നമ്മൾ ഒരു തുമ്പിയെ കല്ലടിപ്പിക്കുന്നത് പോലെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള ജോലി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനും ആ ഹൃദയത്തിന്റെ താളവും ഇടുപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഫീഡ് നമ്മൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫീഡ് കൊടുക്കുമ്പോൾ വയറുവിറമത, ഛർദി, അസ്വസ്ഥത, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് മെറ്റിക്കുലസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന് ആ പാല് കൃത്യമായിട്ട് കൊടുത്ത് ആദ്യം ട്യൂബ് വഴി മൊത്തം പാല് കുടിക്കുന്ന ഒരു സ്റ്റേജിലെത്തി. അതിനുശേഷം പതുക്കെ വായിലൂടെ പാല് ട്രൈ ചെയ്ത് കുഞ്ഞ് പാല് കുടിക്കുന്നതിനനുസൃതമായി സിസ്റ്റേഴ്സ് ഫസ്റ്റ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പിന്നെ അമ്മയെ പഠിപ്പിച്ച് അമ്മയെ ബേബിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ട്രെയിൻ ചെയ്ത് NICന് പുറത്തേക്ക് കുഞ്ഞ് ഒരു 24-25 വീക്കർ കടക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 2.5 to 3 months സമയം എടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ആവറേജ്
കണക്ക്. അപ്പൊ ഇവര് നോർമൽ കുട്ടികളുടെ കൂട്ട് പ്രീ ടൈം ബേബി എന്ന് പറഞ്ഞാൽ അവസാനം അവർ വന്നു കഴിയുമ്പോൾ അവർ എക്സ്ട്രീംലി നോർമൽ ബേബീസ് ആണ്. വളരെ ചെറിയ ശതമാനം കുട്ടികളിൽ മാത്രമാണ് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ എല്ലാ ബേബീസും ഫുള്ളി വൈകല്യങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെ ചെറിയ ശതമാനം കുട്ടികളിലാണ് ചില വൈകല്യങ്ങൾ കാണാറുള്ളൂ. വൈകല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഐ വിൽ ടെൽ യു വെരി സ്പെസിഫിക്കലി. ഇപ്പൊ ചില ബേബീസിന് ചിലപ്പോൾ ബുദ്ധിവികാസക്കുറവ്, അതായത് സെറിബ്രൽ പാൾസി പോലത്തെ, ബിക്കോസ് തലയ്ക്കകത്ത് ബ്ലീഡ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നതിനെ തുടർന്ന് ചില ബുദ്ധിമുട്ടുകൾ, അതായത് മെനിഞ്ചൈറ്റിസ് വരികയോ പോസ്റ്റ് മെനിഞ്ചൈറ്റിക് സിക്വല വരികയോ, അപ്പം വെള്ളക്കെട്ട് വരികയോ, ഹൈഡ്രോസെഫാലസ് വരുന്നത് ഷണ്ടിടേണ്ടി വരിക, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിവികാസക്കുറവ് വരിക, സെറിബ്രൽ പാൾസി എന്നൊരു സാഹചര്യത്തിലൂടെ, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോർമൽ ബേബിനെ പോലെ ചെയ്യാൻ പറ്റാത്തൊരു, സെറിബ്രൽ പാൾസിനെ പല തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പോകുന്നവരുണ്ട്. ഇനി നമ്മളിപ്പം ചില ബേബീസിന് നമ്മൾ എല്ലാവരോടും വ്യക്തമായിട്ട് കണ്ണിന്റെ ടെസ്റ്റിന് വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം അറിയാതെ പോലും ചില ഡ്രോപ്പ് ഔട്ട്സ് വരാറുണ്ട്. അപ്പം ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു ചിലർ ഡ്രോപ്പ് ഔട്ട് വന്നാൽ പോലും നമ്മൾ അവരെ വിളിച്ച് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം ഇതുവരെ ഞങ്ങൾക്കൊരു ഒരു ഒരു ബ്ലൈൻഡ്നെസ് ഇഷ്യൂസ് വന്നിട്ടില്ല. പക്ഷെ ചില ബേബീസ് ഡ്രോപ്പ് ഔട്ട് വന്ന് നമ്മൾ അവരെ പുറകെ പോയി ഫോളോ അപ്പിന് വിളിച്ച് ലേസറിന് പോകേണ്ട സാഹചര്യം വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പം 1-2 ബേബീസ്, ബിക്കോസ് റെറ്റിനോപ്പതി പ്രീമച്യൂരിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര കുറവാണ്. പക്ഷെ വളരെ ചെറിയ ശതമാനമാണ് കാണാറുള്ളൂ. പക്ഷെ അതാണ് വേറെ വരാൻ, ബിക്കോസ് കണ്ണിന് പിന്നെ അവർക്ക് നമ്മൾ സാധാരണഗതിയിൽ NIC ഉപയോഗിക്കുമ്പോൾ മെഡിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഓക്സിജന്റെ ഇത് കുറയ്ക്കുക, അതൊക്കെയാണ് നമ്മൾ സാധാരണ, ബിക്കോസ് എക്സ്ട്രീം പ്രീടേമിന് വരുന്ന ഒരു പ്രോബ്ലം ആണത്. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് റെറ്റിനോപ്പതി പ്രീമച്യൂരിറ്റിക്ക് ഉള്ള ഇത് ചെയ്തെങ്കിൽ പോലും ഇവർക്ക് 6 monthsലും 1 yearലും നമ്മൾ ഫോളോ അപ്പ് പറയാറുണ്ട്. ചില ആൾക്കാർക്ക് ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് കാണാറുണ്ട്, സ്പിൻ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ ഫോളോ അപ്പിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനം പ്രീടേം ബേബീസിൽ മേ ബി ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് ബ്രോങ്കോ പൾമണറി ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി, അതായത് ഓക്സിജൻ റിക്വയർമെന്റിൽ വരുന്നൊരു സാഹചര്യം, ലോങ് ടേം ഓക്സിജൻ റിക്വയർമെന്റ് വരിക. പിന്നെ ചില ബേബീസിന് അവർക്ക് അലർജി, ആസ്മ, ഒരു ശകലം, ഒരു സാധാരണ ബേബീസിനേക്കാൾ ഒരു ശകലം ശതമാനം കൂടുതലായിട്ട് കാണുക. ഇതെല്ലാം ഈ ഇമ്മച്വർ ഒരു ബുദ്ധിമുട്ട് കാരണം കാണുന്നത്. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അവർക്ക് കൂടുതലായി വരാറുണ്ടോ? It varies. ചിന്നു ഡോക്ടറാണ് നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറിനോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ. ഇത് ഒരു വലിയൊരു ചാൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഡോക്ടറിന് ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you a lot for spending time with us. Thanks a lot. I'm a beginner in this field. Thanks a lot for this institution, especially to Sapienza, for giving me all these opportunities. Thank you.